നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. നമ്മൾ പലരും ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ കണ്ടു കാണും. കാരണം ഇദ്ദേഹമാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സെർഗെയ് ലാവ്റോവ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ UN ജനറൽ അസംബ്ലിയിൽ ഇസ്രയേലിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇസ്രയേൽ മധ്യപൂർവേഷ്യയിൽ അസ്ഥിരത ഉണ്ടാക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഗസയിലെ സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള നടപടികൾ, ഇസ്രയേലിന്റെ നടപടികൾ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിന് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നത്. UN സുരക്ഷാ കൗൺസിൽ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അറബ് ലീഗിലുള്ള രാജ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ തീർച്ചയായിട്ടും ഇസ്രയേൽ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേൽ പറയുന്നത് റഷ്യയുടെ ഇത്തരം ആരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി ഉയർത്തുന്ന ആരോപണങ്ങൾ എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസംഗം കൊണ്ട്, അതായത് UN ജനറൽ അസംബ്ലിയിൽ ഇദ്ദേഹം നടത്തിയ ഈ ഒരു പ്രസംഗം കൊണ്ട് ഗസയിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്നൊന്നും കരുതാൻ കഴിയില്ല. എന്നിരുന്നാലും റഷ്യയുടെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ ഇസ്രയേലിനെതിരെ എടുത്ത ഈ ഒരു നിലപാട്, ഇസ്രയേലിന്റെ ചെയ്തികൾക്കെതിരെ എടുത്ത ഈ ഒരു നിലപാട് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ലോകം ഈ ഒരു നിലപാടിനെ വീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി വെസ്റ്റേൺ മീഡിയയും ഈ ഒരു വാർത്ത പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത ഇറാനിൽ നിന്ന് വരുന്നുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറാനെതിരെ വീണ്ടും ഉപരോധങ്ങൾ കൊണ്ടുവരികയാണ്. ശനിയാഴ്ച തന്നെ ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറാന്റെ അംബാസഡർമാരെ ഇറാൻ തിരിച്ചു വിളിച്ചിരുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ട് സഹകരിക്കാത്തതും അതുപോലെ തന്നെ അമേരിക്കയുമായിട്ട് നേരിട്ട് ചർച്ചകൾ നടത്താത്തതുമാണ് ഇപ്പോൾ ഇത്തരം ഒരു ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാന് നേരെ സ്നാപ്പ് ബാക്ക് എന്നറിയപ്പെടുന്ന ഉപരോധങ്ങൾ ഈ 3 രാജ്യങ്ങളും കൊണ്ടുവരാൻ പോകുന്നത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ അവരുടെ അംബാസഡർമാരെ എല്ലാം തന്നെ, ഈ രാജ്യങ്ങളിലുള്ള അംബാസഡർമാരെ എല്ലാം തന്നെ ഇപ്പോൾ ഇറാനിലേക്ക് തിരികെ വിളിച്ചിരിക്കുന്നത്. IRNA, അതായത് ഇറാന്റെ ഉടമസ്ഥതയിലുള്ള വാർത്താ ഏജൻസി തന്നെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത്. വീണ്ടും ഉപരോധം വരികയാണ് എന്നുണ്ടെങ്കിൽ വിദേശത്തുള്ള ഇറാന്റെ സ്വത്തുക്കളെല്ലാം തന്നെ മരവിപ്പിക്കും. ടെഹ്റാനുമായിട്ടുള്ള ആയുധ ഇടപാടുകളെല്ലാം തന്നെ നിർത്തലാക്കും. അതുപോലെ തന്നെ ഇറാന്റെ ബാലസ്റ്റിക് മിസൈൽ വികസന പദ്ധതികൾക്കെല്ലാം തന്നെ പിഴയിടും എന്ന രീതിയിലെല്ലാമാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എന്നാൽ ഇത്തരം ഉപരോധങ്ങളൊന്നും തന്നെ ഇറാനെ കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല. ഇറാന് മേൽ ഇതിനു മുമ്പും ഉപരോധങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. തന്നെയുമല്ല, ഈ പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ഇറാന് കാര്യമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളുമില്ല. ആയുധ ഇടപാടുകളും കാര്യങ്ങളും എല്ലാം ഇറാൻ നടത്തുന്നത് കൂടുതലായിട്ടും ചൈന, അതുപോലെ തന്നെ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടാണ്. ഈ ഉപരോധങ്ങൾ കൊണ്ട് കാര്യമായിട്ടൊന്നും നേടാനില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങൾ ഈ ഉപരോധം കൊണ്ടുവരുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതായത് ഇറാനെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ, അതായത് ഭാവിയിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇറാനുമായിട്ട് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനായി ശ്രമിച്ചാൽ ഉപരോധം ഭയന്ന് പിന്നോട്ട് പോകണം. അതിലൂടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താനായിട്ടാണ് ഇത്തരം രാജ്യങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളോട് പൊരുതി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവർക്ക് ഇങ്ങനെയുള്ള ഒരു ഉപരോധം വലിയ രീതിയിൽ ഒരു ആഘാതം ഉണ്ടാക്കില്ല എന്നാണ് ന്യൂസ് റിപ്പോർട്ടുകൾ പറയുന്നത്.